പ്രൈസ് ദി ലോർഡ്. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പെന്തക്കോസ്ത്. ഇത് ധാന്യങ്ങളുടെ ആദ്യഫലം ദൈവത്തിന് കാഴ്ചവെക്കുന്ന കൊയ്ത്തിന്റെ ഉത്സവമാണ്. എന്നാൽ ഇത് സഭയെ സംബന്ധിച്ചാണെങ്കിൽ ലോകത്തിൽ നിന്ന് ആത്മാക്കളെ നേടുവാനുള്ള ദൈവത്തിൻ്റെ കൊയ്ത്തിന്റെ ആരംഭമാണ്. പലതരത്തിലുള്ള കാറ്റുകൾ നമുക്ക് വേദപുസ്തകം വായിച്ചാൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. പ്രിയമക്കളെ, ഈ കൊടിയ കാറ്റ് ശക്തിയേറിയ ദൈവിക ശബ്ദവും ദൈവ സാന്നിധ്യവും അനുഭവിക്കുന്നതിൻ്റെ തുടക്കമാണ്. ഈ ശക്തി അന്ന് കൂടിയിരുന്ന എല്ലാവർക്കും അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 2-4 വാക്യം കാണാം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നോക്കൂ, പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കത്തോടു കൂടിയായിരുന്നു. കാറ്റുകൾ വിവിധ രീതിയിലാണ് അറിയപ്പെടുന്നതും അതിൻ്റെ സവിശേഷതകളും വിവിധ രീതിയിലാണ്. ചില കാറ്റുകൾ ജീവിതത്തിൽ അനുകൂലവും ചിലത് പ്രതികൂലവുമാകുവാനിടയാവും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:7 പറയുന്നു, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു. നോക്കൂ, കാറ്റ് ദൈവത്തിൻ്റെ ശ്വാസമാണ്, കൂടാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയുമാണ്, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. ഹല്ലേലൂയ. കാറ്റിൻ്റെ ഉറവിടം അനുസരിച്ച് അത് അനുഗ്രഹമോ ശാപമോ ആയി മാറും. ദിശകൾക്കനുസരിച്ച് കാറ്റിൻ്റെ പേരും കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, പലതരത്തിലുള്ള കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം വഴുതിപ്പോകുവാനല്ല, അതായത് നശിച്ചു എന്ന് പറയുവാനല്ല, നമ്മെ കാത്തു പരിപാലിക്കുന്ന നല്ല പിതാവ് ആ കാറ്റിൻ്റെ അടുക്കൽ വരും. നോക്കൂ, വടക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, ഇങ്ങനെ പറഞ്ഞ് പലതരത്തിലുള്ള കാറ്റുകൾ കാണാൻ സാധിക്കും. വടക്കൻ കാറ്റ്, അതായത് വടതിക്കാറ്റ്, ഉത്തരദിക്കെന്നാണ് ഇതിനെ വിളിക്കുന്നത്. വടതിക്കാറ്റ് മഴയ്ക്ക് കാരണമാണ്. സദൃശവാക്യങ്ങൾ 25-23 പറയുന്നുണ്ട്, വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. യോബ് 37:9 കാണാം, ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തര ദിക്കിൽ നിന്ന് കൊടുങ്കാറ്റും വരുന്നു. പ്രിയ മക്കളെ, കൊടുങ്കാറ്റുകളും ഹല്ലേലൂയ മറ്റ് കാറ്റുകൾ, വടതിക്കാറ്റ് പലതരത്തിൽ കടന്നു വരുമ്പോൾ നാം പരിഭ്രമിക്കരുത്. അടുത്തതായിട്ട് നോക്കൂ, കിഴക്കൻ കാറ്റ് മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റാണത്. ഇതിന് മഹാശക്തിയുള്ളതാ. അതുകൊണ്ടാണ് യോബ് 1:19 പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു, അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. നോക്കൂ ഈ കിഴക്കൻ കാറ്റിൻ്റെ ശക്തി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4:11 പറയുന്നുണ്ട്, മരുഭൂമിയിലെ മൊട്ടക്കുന്നിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ്. പ്രിയ മക്കളെ, ഈ കിഴക്കൻ കാറ്റ് ഉറവുകളെ വറ്റിക്കുകയും കിണറുകളെ ഉണക്കുകയും ചെയ്യുന്നുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13:15 അത് വിശദീകരിച്ചിരിക്കുന്നു. അതായത് കിഴക്കൻ കാറ്റ് കടന്നു വരുമ്പോൾ ഉഷ്ണമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഹല്ലേലൂയ.
അടുത്തതായിട്ട് തെക്കൻ കാറ്റ്, അതായത് തെന്നിക്കാറ്റ് എന്ന് പറയുന്ന ഇത് ചുഴലിക്കാറ്റാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21:1 പറയുന്നു, തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് നിന്ന് തെക്കേ വരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, തെക്കൻ കാറ്റ് ചുഴലിക്കാറ്റാണ്. അപ്പോസ്തല പ്രവൃത്തി 27:13 കാണാം, തെക്കൻ കാറ്റ് മന്ദമായി വീശും. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു ചുഴലിക്കാറ്റാ. ഇവിടെ പറയുന്നു തെക്കൻ കാറ്റ് മന്ദമായി വീശും. ചിലപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം അതിന്മേൽ ഹല്ലേലൂയ അല്പം ശമനം ലഭിക്കുവാൻ വേണ്ടി ഒരു മന്ദം കാറ്റ്, എങ്കിലും എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് നാം വിചാരിക്കരുത് പ്രിയ മക്കളെ. അപ്പോസ്തല പ്രവൃത്തി 27:13-14 വാക്യങ്ങളിൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. നോക്കൂ, ആദ്യം മന്ദമായി വന്ന കാറ്റ് വീശിയെങ്കിലും ഹല്ലേലൂയ പിന്നീട് അത് വിരോധമായിട്ട് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് വരുവാനിടയായി. നോക്കൂ പ്രിയ മക്കളെ, എല്ലാവർക്കും അറിയാവുന്നത് ആണ് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ സഞ്ചരിച്ച കപ്പലിനെ വലച്ച ഭയങ്കരമായ കൊടുങ്കാറ്റായിരുന്നു ഈ ഈശാനമൂലൻ. ഒരു ദൈവഭക്തന് ഏത് കാറ്റിലും പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ ലഭിക്കും. ഹല്ലേലൂയ. നോക്കൂ, പലപ്പോഴും ആശകൾ അറ്റുപോകുന്ന സമയത്ത് ഇനി ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വാടിത്തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവകൃപ ഉള്ളവരെ ദൈവം എടുത്ത് ഉപയോഗിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇതിൽ 22-22 അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഏത് രീതിയിലാണ് ഈ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയത്. അതായത് കപ്പലിൽ പൗലോസ് ആയിരിക്കുന്നത് നമുക്കറിയാം, ചങ്ങലകളാൽ ബന്ധിതനായി. നോക്കൂ, പറയുകയാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രിയ മക്കളെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതാകുന്നുവെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നോക്കൂ, വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കളെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ദൈവിക പദ്ധതികൾ ഹല്ലേലൂയ പ്രാപിച്ചെടുത്ത് ഏതൊരു വ്യക്തിയെയും ദുഷ്ടശക്തിക്ക് തൊടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവ പൈതലിനെതിരായി ഈശാനമൂലം കൊടുങ്കാറ്റ് കടന്നു വരുന്നത് നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നിലൂടെ അവിടെയും ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭയപ്പെടരുത്, ധൈര്യത്തോടെ. ഹല്ലേലൂയ. ആശ പറ്റി അറ്റുപോയി എന്ന് കണ്ടപ്പോൾ പൗലോസിനെ ഹല്ലേലൂയ അവിടെ എടുത്ത് ഉപയോഗിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് ദൈവം അറിയാതെയല്ല എന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് ചിലത് ഹല്ലേലൂയ ദൈവം മറച്ചു വെക്കും, അത് നാം അറിയുന്നില്ല. പക്ഷേ തക്ക സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് പടിഞ്ഞാറൻ കാറ്റ്. ലൂക്കോസ് സുവിശേഷം 12:54 പറയുന്നു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. പ്രിയ മക്കളെ, പടിഞ്ഞാറൻ കാറ്റിനെ മഴയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 10:19 കാണാം, യഹോവ മഹാശക്തിയുള്ള പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ചു. നോക്കൂ, അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞു. പ്രിയ മക്കളെ, മിസ്രൈമിനെ പീഡിപ്പിച്ച ബാധയായ വെട്ടുക്കിളിയെ ചെങ്കടലിലിട്ട് ഈ ശക്തിയുള്ള പടിഞ്ഞാറൻ കാറ്റാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇത് കൂടാതെ പല കാറ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതവുമായി ഇവയോരൊന്ന് തട്ടിച്ചു നോക്കണം. ഹല്ലേലൂയ. ഏതെല്ലാം സാഹചര്യത്തിൽ കൂടി നാം കടന്നുപോയി, എന്നിട്ടും ദൈവം നമ്മെ കൈവിട്ടില്ല. പൗലോസിനോട് പറഞ്ഞതുപോലെ പറയുകയാണ്, നാം ഭയപ്പെടരുത്, ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിച്ച് സുവിശേഷം പറയുവാൻ പ്രയാസം തോന്നുമ്പോൾ അവിടെ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. പ്രിയ മക്കളെ, കാറ്റും കോളും കടന്നു വന്ന് അതിൽ ഭയപ്പെടുവാനല്ല,
എന്തിനല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് എന്തിനാണ്? അവിടെ എടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. ഹാലേലുയ. ദൈവസന്നിധി നമുക്ക് പേടിക്കാതെ ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാലേലുയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് കർത്താവ് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഹാലേലുയ പലവിധമായ വിഷയങ്ങൾ ഓരോ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഭാരപ്പെടുവാനല്ല, ധൈര്യത്തോടെ നിന്ന് ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ദൈവകാര്യങ്ങളെല്ലാം മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.